നമസ്കാരം. ഞാൻ നടൻ അനൂപ് ചന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചേർത്തലയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സഖാവ് പി പ്രസാദ് വരുന്നു എന്നറിഞ്ഞ ഉടൻ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി: അറിവിന്റെ ആത്മബലത്തിൽ ചേർത്തല ഇനി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അന്ന് പി പ്രസാദിനെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത ആരുമില്ല. അത്രയേറെ ജനഹൃദയങ്ങളിൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീഷ്ണമായ സ്നേഹത്തിലൂടെ, ഒപ്പം തന്നെ ജീവിതത്തിന്റെ നൈസർഗികമായി കിട്ടിയ ലാളിത്യത്തിലൂടെ. ഇന്ന് ചേർത്തലയിൽ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അനിയന്മാരുണ്ട്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഏത് ശ്രേണിയിലുള്ളവർ അന്ന് പി പ്രസാദിനെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത ആരുമില്ല. അത്രയേറെ ജനഹൃദയങ്ങളിൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീഷ്ണമായ സ്നേഹത്തിലൂടെ, ഒപ്പം തന്നെ ജീവിതത്തിന്റെ നൈസർഗികമായി കിട്ടിയ ലാളിത്യത്തിലൂടെ. ഇന്ന് ചേർത്തലയിൽ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അനിയന്മാരുണ്ട്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഏത് ശ്രേണിയിലുള്ളവർ വളരെ സ്നേഹത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഓഫീസാണ് സഖാവ് പി പ്രസാദിന്റെ ഓഫീസ്. നമുക്കെല്ലാവർക്കും ഒരേപോലെ സ്നേഹം തന്ന് നമ്മളെ എല്ലാം കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ നമ്മളോടൊപ്പം നമ്മുടെ മുമ്പേ നടന്ന സഖാവ് പി പ്രസാദ് ചേർത്തലയ്ക്ക് കിട്ടിയ ഒരു വരപ്രസാദമാണ്. സഖാവ് പി പ്രസാദിനെ വൻ ഭൂരിപക്ഷത്തിൽ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച് ആത്മാഭിമാനത്തോടെയുള്ള ജനതയായി നമുക്ക് ഇനിയും ജീവിക്കാം. തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മുമ്പേ ആ കൊടിയുമേന്തി അദ്ദേഹം പോട്ടെ, പുറകെ സ്നേഹത്തോടെ ആത്മാഭിമാനത്തോടെ നമുക്ക് പോകാം. എന്നും LDF